പെട്രോളും ഡീസലും പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ തീർന്നു പോകുമോ എന്ന ആശങ്ക ലോകത്താകെയുണ്ട്. പക്ഷേ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. ഈ ഭൂമി മറ്റൊരു ഇന്ധനം കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുറഞ്ഞത് 200 വർഷത്തേക്കെങ്കിലും ലോകത്തിന്റെ ഇന്ധനക്ഷാമം പരിഹരിക്കാൻ ശേഷിയുള്ള 6.2 ട്രില്യൺ ടൺ ഹൈഡ്രജൻ ഗ്യാസ് ഭൂമിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നതായാണ് പുതിയ പഠനങ്ങളുടെ അനുമാനം. സയൻസ് അഡ്വാൻസസ് ജേണലിൽ ഡിസംബർ 13 പ്രസിദ്ധീകരിച്ച മോഡേൺ പ്രഡിക്ഷൻസ് ഓഫ് ഗ്ലോബൽ ജിയോളജിക്കൽ ഹൈഡ്രജൻ റിസോഴ്സസ് എന്ന പഠനമാണ് മറഞ്ഞിരിക്കുന്ന മഹാ ഇന്ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. US ജിയോളജിക്കൽ സർവേയിലെ പെട്രോളിയം ജിയോകെമിസ്റ്റായ ജെഫ്രി എല്ലിസ് ആണ് പഠനത്തിന്റെ പ്രധാന രചയിതാവ്. ഭൂമിക്കുള്ളിലെ അറകളിൽ 6.2 ട്രില്യൺ ടൺ ഹൈഡ്രജൻ വാതകം മറഞ്ഞിരിക്കുന്നു. ഇതുവരെയുള്ള അറിവനുസരിച്ച് പെട്രോളിയം ശേഖരത്തിന്റെ ഏകദേശം 26 ഇരട്ടി വരും ഹൈഡ്രജൻ ഗ്യാസ് ശേഖരം. എന്നാൽ ആകെയുള്ള പ്രതിസന്ധി ഈ ഹൈഡ്രജൻ ഗ്യാസ് ശേഖരങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായി അടയാളപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതു മാത്രമാണ്. ഭാവി ഇന്ധന ഉപഭോഗത്തിൽ നാഴികക്കല്ലായേക്കാവുന്ന സൂചനകളാണ് പഠനം നൽകുന്നത്. കുറഞ്ഞത് 200 വർഷം ലോകത്തിന് ഉപയോഗിക്കാൻ തക്ക ഊർജം ഹൈഡ്രജൻ ഗ്യാസ് ശേഖരം കരുതി വച്ചിരിക്കുന്നു. ചില മേഖലകളിൽ ഭാവി ഇന്ധന ഉപഭോഗത്തിന്റെ 30% ഹൈഡ്രജൻ ഗ്യാസ് വഹിച്ചേക്കാമെന്നാണ് പഠനത്തിലെ പ്രധാന നിരീക്ഷണം. 2050 ആകുമ്പോഴേക്കും ഹൈഡ്രജൻ ഗ്യാസ് ഉപഭോഗം 5 മടങ്ങിലേറെ വർദ്ധിക്കുമെന്ന് ഗവേഷകർ കണക്കുകൂട്ടുന്നു. ഹൈഡ്രജൻ ചെറിയ തന്മാത്രാ രൂപത്തിലായതിനാൽ ഭൂമിക്കുള്ളിൽ വലിയ അളവിൽ ശേഖരിക്കപ്പെടുക പ്രയാസകരമായിരിക്കും എന്ന മുൻ നിഗമനങ്ങൾ തള്ളിക്കളയുന്നതാണ് പുതിയ പഠനം. ഭൂമിക്കുള്ളിലെ പാറക്കെട്ടുകളിലുള്ള വിള്ളലുകൾ കാരണം ഹൈഡ്രജൻ ഭൂഗർഭത്തിൽ വലിയ അളവിൽ അടിഞ്ഞുകൂടില്ല എന്നായിരുന്നു ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത്. എന്നാൽ സമീപകാലത്ത് അൽബേനിയയിലെയും പശ്ചിമാഫ്രിക്കയിലെയും ക്രോമിയം ഖനികളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഹൈഡ്രജൻ ഭൂഗർഭ സംഭരണികളിൽ ഗണ്യമായ അളവിൽ തന്നെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്.